ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ സൂര്യ. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ പബ്ജി മൊബൈൽ ലൈറ്റ് PC വേർഷൻ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക എന്നാണ്. പലർക്കും പല തരത്തിലാണ് പബ്ജി മൊബൈൽ PC ലൈറ്റ് കളിക്കുമ്പോൾ. ചില സമയത്ത് അവർക്ക് കളിക്കാൻ പറ്റാതെ വരാറുണ്ട്. ഓൾസോ ചിലവർക്ക് അത് എറർ വരാറുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ അതൊക്കെ ഒഴിവാക്കി എങ്ങനെ കളിക്കാമെന്നാണ് ഞാൻ ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ക്രോം ബ്രൗസർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ തുറക്കുക. അതിൽ നിന്നിട്ട് നമ്മൾ പബ്ജി PC ലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓപ്പൺ ഡൗൺലോഡ് ഏതെങ്കിലും ഒരു അങ്ങനെ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ വരുന്ന ഒരു ഡൗൺലോഡ് പബ്ജി ലൈറ്റ് എന്ന് പറഞ്ഞു വരും. ഇതൊരു ബീറ്റ ആപ്ലിക്കേഷൻ ആണ്. ഇതിൻ്റെ റിയൽ വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ബീറ്റ വേർഷൻ മാത്രമേ എനേബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട് മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വിൻഡോസ് 7, 8, 10 അത് 64 ബിറ്റ് ആയിരിക്കണം. നിങ്ങളുടെ ഇപ്പോൾ 32 ബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗെയിം വർക്ക് ചെയ്യത്തില്ല. ഓൾസോ CPU i3 വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ ലാപ്ടോപ്പിൽ i3 അല്ല, ADF-ൻ്റെ ഒരു പ്രോസസ്സറാണ്, അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് i3 ഇത് നോക്കണ്ട. പിന്നെ 4GB റാം എങ്കിലും മിനിമം വേണം. പിന്നെ ഡയറക്ട്രിക്സ് 11 ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ഇവിടെ തന്നെ അവർ ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഡൗൺലോഡ് ഓപ്ഷൻ കാണും. ആ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സെറ്റപ്പ് ഫയൽ കാണും. അത് വരട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം ഈ സെറ്റപ്പ് ഫയൽ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ അവർ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് നമ്മളിവിടെ നെക്സ്റ്റ് കൊടുത്ത് ഇൻസ്റ്റാൾ ഒക്കെ കൊടുക്കുക. എഗ്രി ചെയ്യുക, ലൈസൻസ് എഗ്രിമെന്റ് എഗ്രി ചെയ്യുക. ഓൾസോ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്രിയേറ്റ് ഒരു ഡെസ്ക്ടോപ്പിൽ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് എൻ്റെ ആ സോഫ്റ്റ്വെയർ, പബ്ജി ലൈറ്റിൻ്റെ ഡെസ്ക്ടോപ്പ് ഐക്കണാണിത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് രണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത സെറ്റപ്പ് ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന മൈക്രോസോഫ്റ്റ് C++, .frame.4.5.2 പിന്നെ ഡയറക്ട്രിക്സ് 11 ഇതൊക്കെ നമ്മൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യണം. സാധാരണ PC-യിൽ ഇത് അപ്ഡേറ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ 4.5.2-നേക്കാട്ടും മുകളിലുള്ള വേർഷൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്തായാലും നമ്മൾ ഇതും ഡൗൺലോഡ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ മൈക്രോസോഫ്റ്റ് വിഷ്വൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ ഡയറക്ട്രിക്സ് 11 ഇൻസ്റ്റാൾ ചെയ്യുക. 12 ആവാം, മിനിമം ഡയറക്ട്രിക്സ് 11 വേണമെന്ന് ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ. പിന്നെ പറയുന്നത് ഡ്രൈവർ ഡൗൺലോഡ്സ് ആണ്. നമ്മളിവിടെ നമ്മുടെ ഏത് ലാപ്ടോപ്പിൽ ഇപ്പോൾ ഗ്രാഫിക്സ് കാർഡ് ഒരു 500 GB അത്രേ ഉള്ളൂ. അങ്ങനെ ഇൻബിൽട്ട് ആയിട്ട് ലാപ്ടോപ്പൊക്കെ 500 GB ഉള്ളൂ എങ്കിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ ഏത് ഗ്രാഫിക്സ് ആണോ ഉപയോഗിച്ചിരിക്കുന്നത്, ഇൻബിൽട്ട് ആയിട്ട് ഏതെങ്കിലും ഒരു ഗ്രാഫിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗ്രാഫിക്സ് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, NVIDIA-യുടെ ഗ്രാഫിക്സ് കാർഡ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ADF-ൻ്റെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇന്ത്യൻ ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക ഇവിടെ നിന്ന്. അപ്പോൾ എൻ്റെ ADM ആണ്, ഞാൻ ഇവിടെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ADM ഡ്രൈവേഴ്സ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു വരും. അപ്പോൾ ADF-ൻ്റെ ഒരു ഒഫീഷ്യൽ സൈറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പോയിട്ട് നമ്മുടെ നിങ്ങളെ ഏത് GPU ആണ്, ഏത് ഗ്രാഫിക്സ് ആണ് നിങ്ങളുടെ ഉള്ളത് അതിൻ്റെ പേരടിക്കുക. അപ്പോൾ എൻ്റെ R4 ആണ്, R4 7310 ആണ് എൻ്റെ ഗ്രാഫിക്സ്. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ വിൻഡോസ് ഏത് വേർഷനാണ് ചോദിക്കും. അപ്പോൾ എൻ്റെ വിൻഡോസ് 10 64 ബിറ്റ് ആണ്. നമ്മൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ പറയും റേഡിയോണിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, റേഡിയോൺ സോഫ്റ്റ്വെയർ പുതിയ വേർഷൻ എന്ന് പറയാം 7/16/2019 വന്ന വേർഷനാണ്. അത് നമ്മൾ ഇവിടെ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഡൗൺലോഡ് ഫയൽ നമ്മളത് കിടക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ ഈ പബ്ജി ലൈറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കയറി വരും നമ്മുടെ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങളൊരു ഫസ്റ്റ് ആയിട്ടാണ് പബ്ജി കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഐ ഡോണ്ട് ഹാവ് എ അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഐ ഡോണ്ട് ഹാവ് എ അക്കൗണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മെയിൽ ID പാസ്വേഡും വെച്ചിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ജസ്റ്റ് നമ്മൾ അതിൽ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആ പാസ്വേഡ് എടുത്ത് ഇതിൽ അടിച്ചു കൊടുക്കുക. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോഗിൻ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കയറി വരും. നിങ്ങൾ സാധാരണ ഒരു ഡൗൺലോഡ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ അഡീഷണൽ ഫയൽസ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഭാഗത്ത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ വരിക. ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 2.6 GB ഓഫ് ഗെയിം ഡാറ്റ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ജിയോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1.5 GB മാത്രമേ ആദ്യം കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതുവരെ ഡൗൺലോഡ് ചെയ്ത് പിറ്റേ ദിവസം വീണ്ടും ഡൗൺലോഡ് ചെയ്യാം. കാരണം അവിടെ നിന്ന് ആ ഗെയിം ഫയൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പോവില്ല, അതവിടെ കിടക്കും. സോ നമുക്ക് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ദിവസം എടുത്താലും നിങ്ങൾക്ക് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കളിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഡൗൺലോഡ് ചെയ്തത്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഗെയിം തുറന്നു വരും. അപ്പോൾ നമ്മൾ PubG PC ലൈറ്റ് വേർഷൻ സക്സസ്ഫുൾ ആയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇത് തുറന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗെയിം പ്ലേ വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്.